ക്രോസഡ് ഷോൾഡർ അഥവാ സ്റ്റിഫ് ഷോൾഡറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ എക്സസൈസ് നോക്കാം. ഫസ്റ്റ് ഇതുപോലെ നമ്മുടെ ഹാൻഡ് ടേബിളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം മുന്നോട്ടൊന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടു ആൻഡ് ഫ്രോ മുന്നോട്ടും പുറകോട്ടും ഈ ഒരു രീതിയിൽ. ഇപ്പൊ ഷോൾഡർ സ്റ്റിഫ് ചെയ്ത് വെക്കരുത്. ഇതുപോലെ റിലാക്സ് പൊസിഷനിൽ ടു ആൻഡ് ഫ്രോ മോഷനിൽ ചെയ്യാം. അതിനുശേഷം അകത്തോട്ടും പുറത്തോട്ടും റൈറ്റ് ആൻഡ് ലെഫ്റ്റില് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ തന്നെ പറ്റുന്ന അത്രയും മാക്സിമം സർക്കിൾ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് ഡയറക്ഷനിലും ചെയ്യാം. നമ്മളിപ്പോ ഈ ചെയ്യുന്നത് പെൻഡുലം എക്സസൈസ് എന്ന് പറയും. അതിലൊരു 4 മൂവ്മെന്റ്സ് ആണ് വരുന്നത്. ടു ആൻഡ് ഫ്രോ, ഫ്രണ്ട് ആൻഡ് ബാക്ക്, ദെൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ദെൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദെൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതിൽ ഈച്ച് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഡെയിലി 3 ടൈംസ് വെച്ചിട്ട് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ടവൽ എടുക്കുക. അതിനുശേഷം വോളിൽ ഇതുപോലെ 1 arm ഡിസ്റ്റൻസിൽ ടവലിന്റെ സപ്പോർട്ടോടെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം കാലും അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്ത് വെച്ചതിന് ശേഷം മുകളിലോട്ട് പറ്റുന്ന അത്രയും ലിഫ്റ്റ് ചെയ്യുക. അതുപോലെ ബോഡി മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു 5 to 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം തിരിച്ച് ബാക്ക് ടു 1 arm ഡിസ്റ്റൻസിലോട്ട് വരിക. ഇത് സെയിം തന്നെ 5 to 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം 10 ടൈംസ് ചെയ്യാം. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൈ 1 arm ഡിസ്റ്റൻസിൽ വെക്കുക. കാല് ഈ ഒരു പൊസിഷനിൽ. ദെൻ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ബോഡി മുന്നോട്ട് കൊണ്ടുവരിക. അതിനുശേഷം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ചെയ്യാം. Then again back to normal.